പ്രധാന വാർത്തകൾ. ജാമ്യമില്ലാതെ ജയിലിലേക്ക്. തെളിവെടുപ്പിനിടെ നിലപാട് വ്യക്തമാക്കി രാഹുൽ ഈശ്വർ. മാങ്കൂട്ടത്തിന് അനുകൂലമായ നിലപാട് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. വഴങ്ങില്ല. തിരുവനന്തപുരം. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിലേക്ക് അയച്ചതിന് പിന്നാലെ തെളിവെടുപ്പിനായി എത്തിച്ച വേളയിൽ നിലപാട് കടുപ്പിച്ച് വിവാദ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകൻ രാഹുൽ ഈശ്വർ. യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ച് താൻ നടത്തുന്ന പ്രചാരണങ്ങൾ നിർത്തണമെന്ന് ചില കോണുകളിൽ നിന്ന് ആവശ്യം ഉയർന്നതായി അദ്ദേഹം വെളിപ്പെടുത്തി. എന്നാൽ ആ ആവശ്യത്തിന് വഴങ്ങില്ലെന്നും പ്രചാരണം തുടരുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വീട്ടിൽ വെച്ച് പ്രഖ്യാപനം. അറസ്റ്റിന് പിന്നാലെ രാഹുൽ ഈശ്വറിനെ ഇന്ന് തിങ്കളാഴ്ച തിരുവനന്തപുരത്തെ പൗടിക്കോണത്തുള്ള വസതിയിൽ തെളിവെടുപ്പിനായാണ് പോലീസ് എത്തിച്ചത്. വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിനിടെ പൊതുജനങ്ങളോടും മാധ്യമപ്രവർത്തകരോടും സംസാരിക്കവെയാണ് തന്റെ ശക്തമായ നിലപാട് അദ്ദേഹം അറിയിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ചെയ്യുന്നത് നിർത്തണമെന്ന് ആവശ്യമുയർന്നു. ഞാൻ അത് നിർത്തില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ചെയ്യുന്നത് നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. ലാപ്ടോപ്പ് തെളിവായി കസ്റ്റഡിയിൽ. തെളിവെടുപ്പ് നടപടികൾക്കായി പോലീസ് രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ വിശദമായ പരിശോധന നടത്തി. ഇതിന്റെ ഭാഗമായി ഒരു ലാപ്ടോപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ ഡിജിറ്റൽ ഉപകരണം കേസിന്റെ അന്വേഷണത്തിൽ നിർണായക വിവരങ്ങൾ നൽകിയേക്കാം എന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ജാമ്യമില്ലാത്ത കേസിൽ പ്രതിയായ രാഹുൽ ഈശ്വറിനെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളാണ് പോലീസ് സ്വീകരിച്ചുവരുന്നത്. ന്യൂസ് സിറ്റി തിരുവനന്തപുരം.